വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു. പ്രാദേശിക പത്രപ്രവർത്തക ക്ഷേമനിധി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ക്ഷേമനിധി ഉടൻ പ്രാവർത്തികമാക്കുക, പത്രസ്ഥാപനങ്ങളിലെ കരാർ ട്രെയിനി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് ചുറ്റി എത്തിയപ്പോൾ നിയമസഭാ മന്ദിരത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. അതൊന്നും വേണ്ടെന്ന് വെക്കുന്നില്ല. അവിടെയുള്ള അമിത സൗകര്യം ലഭിക്കണമെന്നുമല്ല പ്രാദേശിക പത്രപ്രവർത്തകരുടെ ആവശ്യം. ഞങ്ങളും പത്രപ്രവർത്തകരാണ് എന്നുള്ള വസ്തുത സത്യം, അത് ഗവൺമെന്റ് അംഗീകരിക്കണം, സമൂഹം അംഗീകരിക്കണം. ഈ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭം 1 കോടി രൂപയുടെ മറ്റോ പദ്ധതി ഒക്കെ നടപ്പാക്കും എന്ന് പറയുന്നതല്ലാതെ അത് കടലാസിൽ അവശേഷിക്കാൻ പാടില്ല. അത് യഥാർത്ഥം നടപ്പാക്കപ്പെടണം. ഈ പ്രശ്നം ഇന്നത്തെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെയും പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതല ശ്രീ KC ജോസഫിനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു സമവായം രൂപപ്പെടുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും വേഗം പരിഹാരം കണ്ടെത്താൻ VS സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാസ്തവത്തിൽ പ്രാദേശിക പത്രപ്രവർത്തന രംഗം ഇന്ന് ഒരു പുതിയ സാമൂഹ്യ പ്രവർത്തന രംഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകർ മറ്റ് പത്രപ്രവർത്തകർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും, അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ അർഹതപ്പെട്ട ആളുകളാണ് ഈ പ്രാദേശിക പത്രപ്രവർത്തകർ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ന്യായമായ സമരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. KGU പ്രസിഡന്റ് CV മിത്രൻ, സെക്രട്ടറി U വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.